ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. അതിശയമെന്ന് ജനം പറയും, ഇഹത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. ദൈവത്തിന്റെ മഹത്വം നിഴൽ വിരിക്കും, ദൈവത്തിന്റെ കരത്തിൽ നീ വസിക്കും. അതിശയമെന്ന് ജനം പറയും, ഇഹത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. ദൈവത്തിന്റെ മഹത്വം നിഴൽ വിരിക്കും, ദൈവത്തിന്റെ കരത്തിൽ നീ വസിക്കും. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. മാറിപ്പോകാത്ത ഒരു വലിയ കല്ല് നിന്റെ മാറത്തിരിപ്പുണ്ട് ദൈവ പൈതലേ. ദൈവത്തിന്റെ വചനം വന്നു ചേരുമ്പോൾ കല്ലു മാറി കരളിൽ കൃപ നിറയും. മാറിപ്പോകാത്ത ഒരു വലിയ കല്ല് നിന്റെ മാറത്തിരിപ്പുണ്ട് ദൈവ പൈതലേ. ദൈവത്തിന്റെ വചനം വന്നു ചേരുമ്പോൾ കല്ലുമാറി കരളിൽ കൃപ നിറയും. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. കേട്ടുകേൾവി മാത്രമെന്ന് ജനം പറയും, തക്കവിധത്തിൽ ദൈവം ഒരു പ്രവൃത്തി ചെയ്യും. കേട്ടുകേൾവി മാത്രമെന്ന് ജനം പറയും, തക്കവിധത്തിൽ ദൈവം ഒരു പ്രവൃത്തി ചെയ്യും. കടവറ പൊട്ടിക്കാൻ ദൈവം മിന്നലയച്ചിടും, ഇടവും വലവും ദൂതന്മാരാൽ എന്നെ നയിച്ചിടും. കടവറ പൊട്ടിക്കാൻ ദൈവം മിന്നലയച്ചിടും, ഇടവും വലവും ദൂതന്മാരാൽ എന്നെ നയിച്ചിടും. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. ചെരിഞ്ഞിരിക്കും മതിലെന്നോ പൊളിഞ്ഞൊരു വേലിയെന്നോ നിന്നെ വിളിച്ചാൽ നിന്നരം കേട്ടിടത്ത് നിന്നെ ഉയർത്തി. ഉന്നതനാം യേശു ഒരു പ്രവൃത്തി ചെയ്യും. ചെരിഞ്ഞിരിക്കും മതിലെന്നോ പൊളിഞ്ഞൊരു വേലിയെന്നോ നിന്നെ വിളിച്ചാൽ നിന്നരം കേട്ടിടത്ത് നിന്നെ ഉയർത്തി.
ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിനെ വചനവുമായി നിൽക്കുവാൻ ദൈവം തന്ന വലിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി നമുക്കൊരു വേദവാക്യം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 21-22 വാക്യങ്ങൾ. അപ്പോൾ പത്രോസ് അവൻ്റെ അടുക്കൽ വന്നു, കർത്താവേ, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? 7 വട്ടം മതിയോ എന്ന് ചോദിച്ചു. യേശു അവനോട്, 7 വട്ടമല്ല, 70 വട്ടം എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിൻ്റെ ദൈവിക ക്ഷമയുടെ പാത്രങ്ങളാണ് ഈ മാനവരാശി ഇന്ന്. സ്വർഗത്തിനൊരു രക്ഷാ പദ്ധതി ഇല്ലായിരുന്നുവെങ്കിൽ നാം എവിടെ പോകുമായിരുന്നു? നമ്മുടെ ജീവിതം എങ്ങനെയായി തീരുമായിരുന്നു? മാനവരാശി രക്ഷപ്പെടുമായിരുന്നോ? പാപം ചെയ്ത് പറുദീസവൻ നഷ്ടപ്പെടുത്തിക്കളഞ്ഞു. സ്വർഗത്തിനൊരു രക്ഷാപദ്ധതി ഇല്ലായിരുന്നുവെങ്കിൽ എങ്ങനെ വീണ്ടെടുപ്പ് സാധ്യമാകുമായിരുന്നു? തൻ്റെ തിരുക്കുമാരനായ യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ച് മനുഷ്യരാശിയുടെ പാപങ്ങൾ മുഴുവൻ ഏൽക്കുവാൻ മാത്രം ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു. നമ്മെ ദൈവം അദമ്യമായി സ്നേഹിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരു രക്ഷാപദ്ധതി ഇവിടെ വരികയില്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ സ്വർഗം കാട്ടിയ ക്ഷമയാണ് മനസ്സിലാക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം. എല്ലാം സഹിക്കുവാനും എല്ലാം പൊറുക്കുവാനുമുള്ള സ്വർഗീയമായ ക്ഷമയാണ് അവിടെ കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, മാനവരാശിയുടെ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുകയാണ് പിതാവാം ദൈവം അവിടെ ചെയ്തത്. ഒരുപക്ഷെ അവന് വേണമെങ്കിൽ ശിക്ഷിക്കാമായിരുന്നു. പാപത്തിൻ്റെ ശമ്പളമായ മരണം മനുഷ്യരിൽ വാണു. ഒരുപക്ഷെ ദൈവത്തിന് സ്തോത്രം, മരണം എന്നുള്ളത് ദൈവത്തിൻ്റെ അജണ്ടയിൽ ഇല്ലായിരുന്നു. എന്നാൽ മനുഷ്യൻ പാപം ചെയ്ത് മരണത്തെ വാണു. ദൈവത്തിന് സ്തോത്രം. ആ മരണത്തിൽ നിന്ന് ഉദ്ധരിക്കുവാനായി അവൻ നമ്മെ വീണ്ടെടുത്തു. മനുഷ്യരാശിയെ എങ്ങനെ വീണ്ടെടുത്തു? ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, പാപം ചെയ്ത് നരകത്തിലേക്ക് കൂപ്പുകുത്തിപ്പോയിക്കിരുന്ന മനുഷ്യനെ പിശാചിൻ്റെ തലയെ തകർത്ത് പിതാവാം ദൈവം തിരികെ വരുത്തി. ക്രിസ്തു മുഖേന തിരികെ വരുത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, ക്ഷമയുടെ ശക്തിയാണത്. ദ പവർ ഓഫ് ഫോർഗീവ്നെസ് എന്ന് പറയുന്നു. സ്വർഗരാജ്യത്തിൻ്റെ ക്ഷമയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. നാം വാദിച്ച വേദഭാഗത്തിൽ ആ ഒരു കാര്യമാണ് നിഴലിച്ച് നിൽക്കുന്നത്. ശിഷ്യന്മാരുമായിട്ടുള്ള സംഭാഷണ മധ്യേ കർത്താവ് നേരത്തെ പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം നമുക്ക് വായിക്കുമ്പോൾ അറിയാം, സഹോദരൻ നിന്നോട് പിഴച്ചാൽ നാം എന്തു ചെയ്യണമെന്ന്. നീയും സഹോദരനും മാത്രമുള്ളപ്പോൾ അവൻ്റെ അടുക്കൽ ചെന്ന് പാപം അവന് ബോധം വരുത്തുമാറ് പറഞ്ഞ് ഒരുപക്ഷെ അവനെ നേടണമെന്ന്. ആ കാര്യം പറഞ്ഞപ്പോൾ അപ്പോസ്തലനായ പത്രോസിന് ഒരു സംശയം വന്നു. സംശയം വന്നപ്പോഴാണ് പത്രോസ് ചോദിക്കുന്ന വേദഭാഗമാണ് ഈ നാം വായിച്ചു കേട്ടത്. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ അടുക്കൽ വന്നവൻ ചോദിക്കുകയാണ്, ഗുരോ, സഹോദരൻ ഇങ്ങനെ എന്നോട് പിഴച്ചാൽ ഞാൻ എത്ര വട്ടം ക്ഷമിക്കണമെന്ന്? ഒരു 7 വട്ടം മതിയോ എന്നാണ് അവൻ്റെ ചോദ്യം. ദൈവത്തിന് സ്തോത്രം. 7 വട്ടം എന്ന് പത്രോസ് ചോദിക്കുമ്പോൾ തന്നെ അവനതൊരു വലിയൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. ഇങ്ങനെയൊക്കെ ക്ഷമിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇതിലെന്തെങ്കിലും നീതിയുള്ള കാര്യമാണോ ഈ 7 വട്ടം ക്ഷമിക്കുക എന്നുള്ള? സഹോദരൻ എന്നോട് പിഴച്ചുകൊണ്ടിരിക്കുന്നു, എന്നാൽ ഒരു 7 വട്ടം പോലും ക്ഷമിക്കുക എന്നുള്ളത് അതിദുർഘരമായ ഒരു കാര്യമാണ്. എന്നാൽ യേശുവിൻ്റെ അഭിപ്രായം ഒന്നറിയാമെന്ന് വെച്ചാണ് അവൻ ചോദിക്കുന്നത്. 7 വട്ടം മതിയോ എന്നാണ് യേശുവിനോട് ചോദിച്ചത്. എന്നാൽ യേശു എന്ത് ഉത്തരം പറഞ്ഞു? 7 അല്ല, 7 70 വട്ടമെന്ന്. എന്താണ് അതിൻ്റെ ഉത്തരം? 7 times 70 എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് 490 പ്രാവശ്യമെന്ന്. അങ്ങനെയെങ്കിൽ ഒരു ചോദ്യം അവശേഷിക്കും, 491-ാമത്തെ പ്രാവശ്യം ക്ഷമിക്കണ്ട എന്നാണോ യേശു പറഞ്ഞത്? അല്ല. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആണെന്നാണ്. അത് അനന്ത നിത്യത വരെയുള്ളതാണ്. മനുഷ്യ ജീവിതത്തിൻ്റെ അറ്റം വരെയുമുള്ളതാണ്. നീ നിൻ്റെ സഹോദരനോട് ക്ഷമിക്കുക എന്നുള്ളത് മനുഷ്യ ജീവിതത്തിൻ്റെ അറ്റം വരെയുള്ള കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. അത് ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന സംഭവമാണ്. ന്യായപ്രമാണം കർത്താവിന് അറിയാവുന്നതാണ്. ന്യായപ്രമാണം കർത്താവ് നിവർത്തിക്കുവാനാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. ന്യായപ്രമാണത്തിൽ നിന്ന് സുവിശേഷത്തെ ചെയ്യേണ്ടത് മനുഷ്യൻ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് കർത്താവിന് വ്യക്തമായിട്ടും ന്യായപ്രമാണം അറിയാമായിരുന്നു. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 23-ഉം 24-ഉം വാക്യം നാം വായിക്കുമ്പോൾ അറിയാം, അവിടെ ന്യായപ്രമാണത്തിലെ പ്രതികാരത്തെ എങ്ങനെയാണ് കാണേണ്ടതെന്നും
ക്ഷമയെ എങ്ങനെയാണ് പരിശോധിക്കേണ്ടതെന്നും അവിടെ എഴുതിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 23-24 വാക്യം വായിച്ച് കേൾക്കാം. ലാമേക്ക് തൻ്റെ ഭാര്യമാരോട് പറഞ്ഞത്: ആദയും സില്ലയുമായുള്ളവരെ, എൻ്റെ വാക്ക് കേൾപ്പീൻ. ലാമേക്കിൻ ഭാര്യമാരെ, എൻ്റെ വചനത്തിന് ചെവി തരുവീൻ. എൻ്റെ മുറിവിന് പകരം ഞാൻ ഒരു പുരുഷനെയും എൻ്റെ പരിക്കിന് പകരം ഒരു യുവാവിനെയും കൊല്ലും. കയ്യിനു വേണ്ടി 7 ഇരട്ടി പകരം ചെയ്യുമെങ്കിൽ ലാമേക്കിന് വേണ്ടി 77 ഇരട്ടി പകരം ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ന്യായപ്രമാണം 77 ഇരട്ടി പകരത്തെക്കുറിച്ച് പറയുന്നു. ന്യായപ്രമാണം കൊല്ലും എന്ന് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ സുവിശേഷം എന്ന് പറയുന്നു 7 times 70 എന്ന് പറയുന്നു. അനന്ത നിത്യത വരെയും മനുഷ്യ ജീവിതത്തിൻ്റെ അവസാനം വരെയും ക്ഷമിക്കണമെന്ന് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നാം ന്യായപ്രമാണത്തിൻ്റെ സംഹിതകൾ നാം മനസ്സിലാക്കുമ്പോൾ സുവിശേഷത്തിൻ്റെ സത്യത്തിലൂടെയാണ് നാം ഈ കൃപായുഗത്തിൽ ജീവിക്കുന്നതെന്ന് നാം ഓരോരുത്തരും പഠിച്ചിരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം ന്യായപ്രമാണത്തിൽ എന്തെഴുതി? വ്യഭിചാരം ചെയ്യരുത്, അഗ്നിനരകത്തിന് അത് അവകാശിയാകുമെന്നെഴുതി. എന്നാൽ ദൈവത്തിന് സ്തോത്രം, യേശു എന്തു പറഞ്ഞു? സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം അവളോട് വ്യഭിചാരം ചെയ്തു എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ന്യായപ്രമാണത്തിൽ കൊല ചെയ്യരുതെന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ എന്തു പറഞ്ഞു? സഹോദരനോട് കോപിക്കുന്നവനെല്ലാം കൊലപാതകത്തിന് തുല്യമാകുന്നു. മൂട എന്ന് വിളിച്ചാൽ അഗ്നിനരകത്തിന് തുല്യമായി പോകുന്നു. മോശയെ ഒരു ന്യായപ്രമാണം കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. ഭാര്യയെ ഉപേക്ഷിക്കുന്നവന് അത് ഉപേക്ഷണപത്രം കൊടുത്താൽ മതി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ യേശു പറഞ്ഞു, സുവിശേഷം എന്തു പറയുന്നു? ഭാര്യയെ ഉപേക്ഷിക്കണമെങ്കിൽ അവൾക്ക് വേറെ ബന്ധങ്ങൾ ഉണ്ടാവണമെന്നാണ് പറഞ്ഞത്. അല്ലാത്ത പക്ഷം ഭാര്യയെ ഉപേക്ഷിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അപ്രകാരം ഉപേക്ഷിച്ചാൽ ആ പുരുഷൻ വ്യഭിചാരം ചെയ്യിക്കുന്നതിന് തുല്യമാകുമെന്നാണ് പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഇത് ന്യായപ്രമാണത്തെയും സുവിശേഷത്തെയും തമ്മിലുള്ള അന്തസത്ത നാം മനസ്സിലാക്കി കൊണ്ടുപോകണം. കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലുമായിരുന്നു ന്യായപ്രമാണത്തിൽ. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപായുഗ കാലഘട്ടത്തിലേക്ക് വേണ്ടി യേശു വചനം തന്നു. ഒരു മനുഷ്യൻ്റെ ചെകിടത്തടിക്കുന്നവന് വലത്തെ ചെകിട്ടത്തടിക്കുന്നവന് ഇടത്തെ ചെകിടും കൂടി കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്ന സ്വർഗീയമായ ക്ഷമയുടെ പ്രതിരൂപമായിട്ട് നാം ഈ ഭൂമിയിൽ ജീവിക്കേണ്ടിയിരിക്കുന്നു. ഒരു യഥാർത്ഥ ക്രൈസ്തവൻ ക്രിസ്തു മാർഗത്തിൽ പോയി യേശു ക്രിസ്തുവിനെ പിന്തുടരുന്ന ഒരു വ്യക്തി തീർച്ചയായും ഇപ്രകാരമുള്ള ഒരു ക്ഷമയുടെ പരിധിയിലേക്ക് വരികയാണ്. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, അന്ന് നമുക്കറിയാം കയീന് ഹാബേലിനോട് അസൂയ തോന്നി. എന്തായിരുന്നു കാര്യം? ക്രിസ്തുവിൻ്റെ പ്രകൃതത്തിൽ നിലനിന്നുകൊണ്ടുള്ള ഒരു യാഗമായിരുന്നു ഹാബേൽ കഴിച്ചത്. ഹാബേലിൻ്റേത് വ്യാജമില്ലാത്തതും മനസ്സാക്ഷിക്ക് നിരക്കുന്നതുമായ ഒരു യാഗമായിരുന്നു. എന്നാൽ കയീൻ്റേത് മനസ്സാക്ഷിക്ക് നിരക്കാത്തതും വ്യാജമുള്ളതും കോപമുള്ളതും പാപപ്രകൃതിയിലുള്ളതുമായ ഒരു യാഗമായിരുന്നു. അവിടെ സഹോദരനോട് അസൂയ തോന്നി. കയീൻ ഹബേലിനെ അടിച്ചു കൊല്ലുകയായിരുന്നു ചെയ്യുന്നത്. സഹോദരങ്ങളെ, ഇതാണ് സ്വർഗത്തിൻ്റെ ക്ഷമ എന്ന് പറയുന്നത്. സ്വർഗീയമായ ക്ഷമ നാം പഠിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അത് പഠിക്കണമെങ്കിൽ എങ്ങനെയായിരിക്കണം? അത് പഠിക്കണമെങ്കിൽ യേശു നമ്മുടെ ഉള്ളത്തിലേക്ക് വരണം. യേശു ക്രിസ്തുവുമായി പറ്റിച്ചേർന്ന ഒരു ജീവിതം വേണം. യേശു ക്രിസ്തുവിൻ്റെ നുകമേറ്റുകൊണ്ടുള്ള ഒരു ജീവിതം വേണം. ക്രിസ്തുവിൻ്റെ നുകമേറ്റുകൊണ്ടുള്ള ഒരു ജീവിതമുണ്ടെങ്കിലേ സ്വർഗരാജ്യത്തിലെ ക്ഷമയും നീതിയും നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. എപ്രകാരമാണ്? യേശുവിൻ്റെ ക്ഷമ എന്ന് പറയുന്നത് അത് ലഘുവായ നുകമാണ്, അത് മൃദുവായ നുകമാണ്, അത് താഴ്മയുള്ള നുകമാണ്, അത് വിനയമുള്ള നുകമാണ്. ആ നുകമേറ്റുകൊണ്ട് ക്രിസ്തുവിനോട് പഠിച്ചെങ്കിൽ മാത്രമേ ക്രിസ്തുവിൻ്റെ ക്ഷമ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഈ ഭൂമിയിലെ അപ്രകാരമുള്ള ഒരു ജീവിതമുണ്ടെങ്കിൽ അത് സ്വർഗീയമായൊരു നിക്ഷേപമാണ്. യേശുക്രിസ്തുവിലെ ക്ഷമ നാം പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വർഗീയമായ ഒരു നിക്ഷേപമാണ്. ദൈവത്തിന് സ്തോത്രം. ഭൂമിയിലെ നിക്ഷേപവും സ്വർഗീയ നിക്ഷേപവും രണ്ടും രണ്ടാണ്. നമുക്കറിയാം ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിലൊരു ധനവാനുണ്ടായിരുന്നു. അവൻ ഈ ഭൂമിയിലാണ് നിക്ഷേപിച്ചുകൊണ്ടിരുന്നത്. ഭൂമിയിലെ നിക്ഷേപങ്ങൾ അവനെ ഒരിക്കലും ദൈവരാജ്യത്തിൽ എത്തിച്ചില്ല. അവൻ്റെ ദാനധർമ്മവും വിശാല മനസ്കതയും അവനെ നിത്യതയിൽ എത്തിച്ചില്ല. അവൻ്റെ ജനകീയമായ സപ്പോർട്ടും അനേകം പരിവാര വൃന്ദങ്ങളും ഒരിക്കലും അവനെ നിത്യതയിലേക്ക് എത്തിച്ചില്ല. സ്വർഗീയമായിട്ട് അവൻ സമ്പന്നനല്ലായിരുന്നു. സ്വർഗത്തിലേക്ക് വേണ്ടി ഒന്നും അവൻ നിക്ഷേപിച്ചിരുന്നില്ല. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, അത് എങ്ങനെയാണ് ഈ നിക്ഷേപം കിട്ടുന്നത്? ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നിക്ഷേപം കിട്ടുക എന്ന് പറഞ്ഞാൽ അവനവൻ്റെ കുറവ് അവനവൻ കണ്ടെത്തുക എന്നുള്ളതാണ്.
നമ്മുടെ ജീവിതത്തിൽ നാം എന്ത് കുറവാണ് അനുഭവിക്കുന്നത്? ആത്മീയ ജീവിതത്തിൽ ഞാൻ എങ്ങനെയൊക്കെയാണ് ഇനിയും മുന്നേറേണ്ടത്? എങ്ങനെയൊക്കെയാണ് നമ്മുടെ കുറവുകളെന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ആ യുവാവിനോട് കർത്താവ് പറഞ്ഞു, നിനക്ക് ഒരു കുറവുണ്ടെന്ന് പറഞ്ഞു. അത് അവനോട് പറഞ്ഞതാണ്. എന്നെ ചൂണ്ടിക്കൊണ്ട് കർത്താവ് പറയും, മകനെ നിനക്കൊരു കുറവുണ്ടെന്ന്. നമ്മെ ഓരോരുത്തരെയും ചൂണ്ടിക്കൊണ്ട് കർത്താവ് പറയും, നിനക്ക് ഓരോരു കുറവുണ്ടെന്ന്. ആ കുറവ് കണ്ടുപിടിച്ച് അതിനെ റെക്ടിഫൈ ചെയ്യുമ്പോഴാണ് നമുക്ക് സ്വർഗരാജ്യത്തിലേക്ക് ഒരു നിക്ഷേപം വരുന്നത്. ദൈവത്തിന് സ്തോത്രം. പാപത്തിന് നീക്കുപോക്ക് വരുത്തിയ ശേഷമുള്ള നീതിപ്രവൃത്തികൾ സ്വർഗരാജ്യത്തിലേക്ക് മുതൽക്കൂട്ടാണ്. ദൈവത്തിന് സ്തോത്രം. പാപത്തിലുള്ള നീതിപ്രവൃത്തികൾ എല്ലാം കറവിരണ്ട തുണിയായിരിക്കും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 64 അധ്യായത്തിൻ്റെ 6 വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്, ഞങ്ങളുടെ നീതിപ്രവൃത്തികളൊക്കെയും കറവിരണ്ട തുണി പോലെയെന്ന്. എന്നാൽ എങ്ങനെയാണത്? നീതിപ്രവൃത്തികൾ കറവിരണ്ട തുണി ആവണമെങ്കിൽ അതിൻ്റെ 5 വാക്യം മുതൽ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. സന്തോഷിച്ച് നീതി പ്രവർത്തിക്കുന്നവരെ നീ എതിരേൽക്കുന്നു. സന്തോഷിച്ചിട്ട് നീതി പ്രവർത്തിക്കുന്നവരെ ദൈവം എതിരേൽക്കുന്നു എന്നാണ് 5 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. അവർ നിൻ്റെ വഴികളിൽ നിന്നെ ഓർക്കുന്നു. നീ കോപിച്ചപ്പോൾ ഞങ്ങൾ പാപത്തിലകപ്പെട്ടു. ദൈവം കോപിച്ചപ്പോൾ അവർ പാപത്തിലേക്ക് പോയി. ഇനി അവർ ചോദിക്കുകയാണ്, ഈ പാപത്തിൽ ഞങ്ങൾ ബഹുകാലം കഴിച്ചു, ഞങ്ങൾക്ക് രക്ഷയുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. പാപത്തിലാണിപ്പോൾ ജീവിക്കുന്നത്. ഈ പാപത്തിൽ നിന്ന് ഒരു മുക്തി തരുവാൻ ഞങ്ങൾക്ക് ഏതെങ്കിലും കാലത്ത് രക്ഷയുണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ അവർ തന്നെ ആത്മഗതമായിട്ട് പറയുകയാണ്, ഒരു കാലത്ത് ഞങ്ങൾ നീതിപ്രവൃത്തി ചെയ്തു, എന്നാൽ ഇപ്പോൾ ഞങ്ങളുടെ നീതിപ്രവൃത്തികളൊക്കെയും കറവിരൻ്റെ തുണി പോലെ ആയിപ്പോയി എന്ന്. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, വിശുദ്ധനായി നിൽക്കാതെ അശുദ്ധി വ്യാപരിച്ചുകൊണ്ട് പാപത്തിൽ വിരാജിച്ചുകൊണ്ട് ചെയ്യുന്ന നീതിപ്രവൃത്തികളൊക്കെയും കറവിരണ്ട തുണി പോലെയാകും. എന്നാൽ ഒരു വിശുദ്ധനായി നിന്നുകൊണ്ട് വിശുദ്ധിയുടെ മാർഗത്തിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിനോട് കൂടെ ചേർന്നുകൊണ്ട് ചെയ്യുന്ന നീതിപ്രവൃത്തികൾ സ്വർഗരാജ്യത്തിലെ വിശേഷ വസ്ത്രമാണത്. ദൈവത്തിന് സ്തോത്രം. അതൊരു വിശേഷ വസ്ത്രമായിട്ട് നമുക്ക് പിൽക്കാലത്ത് ലഭിക്കുവാനിരിക്കുന്നതാണ്. എവിടെയാണത് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത്? നമുക്ക് വായിച്ചു കേൾക്കാം. വെളിപ്പാട് പുസ്തകം 19 അധ്യായം 8 വാക്യം നമുക്ക് വായിക്കാം. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷവസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷവസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തികൾ തന്നെ. വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തികൾ സ്വർഗരാജ്യത്തിലെ വിശേഷ വസ്ത്രമായിട്ട് വരുന്നു. ദൈവത്തിന് സ്തോത്രം. അത് നീതിയുടെ അങ്കിയായിട്ട് കർത്താവ് തരാനിരിക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നീതിപ്രവൃത്തികൾ വിശുദ്ധനായി നിന്നുകൊണ്ട് നാം ചെയ്യേണ്ടിയിരിക്കുന്നു. വിശേഷ വസ്ത്രം ലഭിക്കണമെങ്കിൽ നീതിപ്രവൃത്തികൾ വിശുദ്ധനായി നിന്നുകൊണ്ട് നാം ചെയ്യേണ്ടിയിരിക്കുന്നു. അവിടെ നമുക്കറിയാം, ലൂക്കോസിൻ്റെ സുവിശേഷം 10 അധ്യായത്തിൻ്റെ 31 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിലൂടെ പോകുമ്പോൾ അവിടെ ഒരു കള്ളന്മാരാൽ ആക്രമിക്കപ്പെട്ട് യെരുശലേമിൽ നിന്ന് എരിഹോവിലേക്കുള്ള വഴിയരികിൽ ഒരു യുവാവ് കിടക്കുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്തുണ്ടായി? ഒരു പുരോഹിതനെതിരെ വന്നു, അവൻ വഴിമാറിപ്പോയി. ഒരു ലേവിനെതിരെ വന്നു, അദ്ദേഹവും വഴിമാറിപ്പോയി. പിന്നീടൊരു ശമരിയക്കാരൻ വന്നു, ദൈവജനവുമായി ബന്ധമില്ലാത്ത ഒരുവൻ വന്നു. അവൻ ആ യുവാവിനെ മുറികെട്ടി, അവന് എണ്ണയും വീഞ്ഞും കൊടുത്ത് മുറികെട്ടി അവനെ സ്വന്തം മൃഗവാഹനത്തിൽ കയറ്റി അവനെ കൊണ്ട് വഴിയമ്പലത്തിലാക്കി ശുശ്രൂഷിച്ച് പിന്നീട് അവന് വേണ്ടുന്നതും ചെയ്യാമെന്നുള്ള അഷ്വറൻസും കൊടുത്ത് അവിടുന്ന് തിരികെ പോയി. ദൈവത്തിന് സ്തോത്രം. ഇവനെയാണ് നല്ല ശമരിയക്കാരൻ എന്ന് വിളിക്കുന്നത്. ഇവനാണ് നല്ല ശമരിയക്കാരൻ. ലൂക്കോസിൻ്റെ സുവിശേഷം 10 അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴറിയാം, നീയും അങ്ങനെ തന്നെ പോയി ചെയ്യുമെന്നാണ് പറയുന്നത്. നീയും അപ്രകാരം അങ്ങനെ തന്നെ പോയി ചെയ്യണമെന്നാണ് പറയുന്നത്. നമ്മളോട് നീതി പ്രവൃത്തി ചെയ്യുവാനാണ് പറയുന്നത്. എങ്ങനെ? വിശുദ്ധനായി നിന്നുകൊണ്ടുള്ള നീതി പ്രവൃത്തികൾ. അത് സ്വർഗരാജ്യത്തിലേക്കുള്ള ഒരു വിശേഷ വസ്ത്രമായി, ഒരു പൊൻതൂവലായി നമുക്ക് കർത്താവായ യേശു ക്രിസ്തു തരികയാണ്. സഹോദരങ്ങളെ, സ്വർഗീയ ക്ഷമയുടെ ആ തീവ്രത പറയുന്ന വേദഭാഗങ്ങൾ തിരുവചനത്തിലുണ്ട്. സ്വർഗം ക്ഷമിച്ചു എന്ന് പറയുന്ന വേദഭാഗമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 15 അധ്യായത്തിലെ മുടിയൻ പുത്രൻ്റെ കഥ എന്ന് പറയുന്നത്. ദൈവരാജ്യത്തിലേക്ക് ലക്ഷ്യം വെച്ച് കൊണ്ടുപോകുന്ന ഒരു വ്യക്തി, അവൻ സുബോധം നഷ്ടപ്പെട്ട് പുറത്തുപോയി. സുബോധം നഷ്ടപ്പെട്ട് അവൻ ഈ ലോകത്ത് പന്നികളോടൊപ്പം മേയുകയാണ്. എന്നാൽ അവനൊരു സുബോധം പിൽക്കാലത്ത് വരികയാണ്. ഞാൻ എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിച്ചെല്ലുമെന്നും എൻ്റെ അപ്പനെ വേദനിപ്പിച്ചിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നതെന്നും അപ്പാ ഞാൻ സ്വർഗത്തോട് പാപം ചെയ്തു എന്നുള്ള സുബോധം അവൻ്റെ ഉള്ളിലേക്ക് വരുന്നപ്പോൾ അവൻ ഓടിച്ചെല്ലുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവിടെ അപ്പൻ അവന് വേലക്കാരനായി കാണാൻ പറ്റുകയില്ല. സ്വന്തം മകനെ വേലക്കാരനായി കാണുവാൻ ആ അപ്പന് പറ്റുകയില്ല.
ദൈവത്തിന് സ്തോത്രം. സ്വർഗീയമായ ക്ഷമയുടെ പ്രതിഫലനം അവിടെയാണ്. ആര് പാപം ചെയ്ത് നഷ്ടപ്പെട്ടു പോകുന്നുവോ, നീ ഒരു സുബോധമുള്ളവനായിട്ട് എൻ്റെ യേശു അപ്പൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരുമ്പോൾ കെട്ടിപ്പിടിച്ച് ഉമ്മ തരുന്ന എൻ്റെ യേശു ഉണ്ടെന്നുള്ളൊരു വിശ്വാസത്തിലേക്ക് നാം വരണം. ദൈവത്തിന് സ്തോത്രം. അവിടെയാണ് സ്വർഗീയ ക്ഷമ കാണുന്നത്. ഏത് പാപവും ക്ഷമിച്ചു തരാൻ ശക്തിയുള്ള കുഞ്ഞാടിൻ്റെ പരിശുദ്ധ രക്തം അവിടെയുണ്ട്. സഹോദരങ്ങളെ, നാം അനുതപിക്കുമെങ്കിൽ സ്വർഗം ഏതൊരു പാപവും ക്ഷമിച്ചു തരും. ദൈവത്തിന് സ്തോത്രം. ക്ഷമിക്കപ്പെടാത്ത ഒരു പാപം പോലും ഉണ്ടാവുകയില്ല. കാരണം നമ്മുടെ സകല പാപവും അവൻ ഏറ്റെടുത്ത് വഹിച്ചു. അവൻ ക്രൂശിന്മേൽ തകർത്തു കളഞ്ഞു. പിശാചിൻ്റെ തലയെ അവൻ ക്രൂശിന്മേൽ തകർത്തു കളഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ സ്വർഗീയമായ ക്ഷമയെ നാം പഠിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ദൈവവിഷയമായി സമ്പന്നമാകാത്തിടത്ത് സ്വർഗം ക്ഷമിക്കുകയുമില്ല. അപ്രകാരമുള്ള തിരുവചന ഭാഗങ്ങളുമുണ്ട്. അത് ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 21 വരെയുള്ള വേറെ ഭാഗങ്ങൾ അത് എഴുതിയിരിക്കുന്നു. അവിടെ ഒരു ധനവാനായ വ്യക്തി ഉണ്ടായിരുന്നു. അവൻ കളപ്പുരകൾ വലുതാക്കി ജീവിച്ചു. കളപ്പുര വലുതാക്കി അവൻ ദൈവവിഷയമായി സമ്പന്നനായില്ല. എന്നാൽ ഒരു കാലത്ത് ദൈവം അവനെ വിളിക്കുകയായിരുന്നു. മൂഢ എന്ന് വിളിച്ചു. നീ ദൈവവിഷയമായി സമ്പന്നനല്ല. ദൈവത്തിന് സ്തോത്രം. അവിടെ സ്വർഗീയമായ ക്ഷമ അവിടെ പ്രതിഫലിച്ചില്ല. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 23 നാം വായിച്ച വേദഭാഗത്തിന് തൊട്ട് ചേർന്ന് മുതൽ സ്വർഗരാജ്യം തൻ്റെ ദാസന്മാരുമായി കണക്ക് തീർപ്പാൻ ഭാവിക്കുന്ന രാജാവിനോട് സദൃശ്യമെന്ന് പറയുന്നുണ്ട്. കണക്കുകൾ സെറ്റിൽ ചെയ്ത് നോക്കും. ദൈവത്തിന് സ്തോത്രം. എല്ലാവരുടെയും കണക്കുകൾ സെയിം അല്ല സഹോദരങ്ങളെ. അത് നാം മനസ്സിലാക്കണം. നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, നമ്മുടെ എല്ലാവരുടെയും കണക്കുകളും അക്കൗണ്ടുകളും ഒന്നും സെയിം അല്ലല്ലോ. ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം വാങ്ങിക്കുവാനായി ദൈവരാജ്യത്തിൽ നിൽക്കേണ്ടി വരുന്നു. നീതിയുടെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരുന്നു. ഇവിടെ രാജാവ് കണക്ക് ബോധിപ്പിക്കാൻ പറഞ്ഞു. രാജാവ് തൻ്റെ ദാസന്മാരെ പറഞ്ഞു വിട്ടു കണക്ക് ബോധിപ്പിച്ചു കൊള്ളാൻ. എല്ലാവരും ചെന്നു. അവിടെ ഒരു യുവാവ് വരികയാണ്. അവന് 10,000 താലന്ത് കടമാണുള്ളത്. അന്നത്തെ രാജ്യത്ത് 10,000 താലന്ത് കടമെന്ന് പറഞ്ഞാൽ അത് വലിയ വലിയ തുകയാണ് സഹോദരങ്ങളെ. ആ തുക ഇളച്ചു കിട്ടാൻ മാർഗമില്ലാതെ അവൻ വിഷണ്ണനായി നിൽക്കുമ്പോൾ അവിടെ രാജാവ് പറയുകയാണ്. എന്തു പറഞ്ഞു? നിൻ്റെ ഭാര്യയെയും മക്കളെയും അടിയറു വച്ചോളാൻ പറഞ്ഞു, വിറ്റോളാൻ പറഞ്ഞു. അവൻ വിൽപ്പനയും നടത്തി. അപ്പോൾ അവൻ അതിലതിദുഃഖിതനായിക്കൊണ്ട് അവൻ സാഷ്ടാംഗം രാജാവിന് മുമ്പാകെ വീണു. ദൈവത്തിന് സ്തോത്രം. ദൈവം ക്ഷമയുള്ളവനാണ്. രാജാവ് ക്ഷമയുള്ളവനാണ് സഹോദരങ്ങളെ. എന്തുണ്ടായി? ദൈവത്തിന് സ്തോത്രം. അർഹതയില്ല എങ്കിലും രാജാവ് ഇളച്ചു കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കണം. അർഹതയില്ലാത്ത ഇളവുകൾ അനുഭവിച്ചവരല്ലേ നാം? ദൈവത്തിന് സ്തോത്രം. അർഹതയില്ലാത്ത ഇളച്ചു തരുവാൻ യാതൊരു നിർവാഹവുമില്ലാത്ത പാപത്തെ ക്ഷമിച്ചു തന്നവനല്ലേ? അർഹതയില്ലാത്ത എത്രമാത്രം ദാനങ്ങൾ ചെയ്തു. അർഹതയില്ലാത്ത ഭവനം തന്നില്ലേ, വീട് തന്നില്ലേ, മക്കളെ തന്നില്ലേ, വിദ്യാഭ്യാസം തന്നില്ലേ, ജോലി തന്നില്ലേ, രോഗം മാറ്റിത്തന്നില്ലേ, വിവാഹം നടത്തി തന്നില്ലേ? അർഹതയുണ്ടായിട്ട് തന്നതാണോ? കൈ നീട്ടിയാൽ പരിശുദ്ധമായ കൈ കൊണ്ടാണോ നീട്ടിയത്? ദൈവത്തിന് സ്തോത്രം. എന്നാൽ യേശു ദാനമായി തന്നില്ലേ? എൻ്റെ മകൻ ഒരിക്കൽ മടങ്ങി വരും എന്ന് പറഞ്ഞുകൊണ്ട് യേശു ദാനമായി തന്നില്ലേ? ദൈവത്തിന് സ്തോത്രം. അർഹതയില്ലാതെ ഇളച്ചു കിട്ടിയവർ അനേകരില്ലേ? ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, 5ഉം 10ഉം താലന്ത് കരസ്ഥമാക്കിയവരില്ലേ? ആ നമുക്ക് കിട്ടിയിരിക്കുന്ന താലന്ത് നാം വിനിയോഗം ചെയ്തോ? നമുക്ക് കർത്താവായ യേശു ക്രിസ്തു ദാനമായി തന്ന ഒരു താലന്തുണ്ടെങ്കിൽ അത് നാം തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ നാം വിനിയോഗം ചെയ്തോ? യേശുവിന് വേണ്ടി അത് പ്രാവർത്തികമാക്കി എടുത്തിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം. അതോ നമ്മുടെ ജീവിതത്തിൽ നാം അത് കൊണ്ടുപോയി കുഴിച്ച് മൂടി ആർക്കും കാണാത്ത രീതിയിൽ ഇരിക്കുകയാണോ? അത് വ്യാപാരം ചെയ്ത് ഇരട്ടിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണോ നമ്മുടെ ആത്മീയ ജീവിതം പോകുന്നത്? സഹോദരങ്ങളെ, മാനസാന്തരത്തിൻ്റെ യോഗ്യമായ ഫലം നാം കായ്ക്കേണ്ടതാണ്. എനിക്ക് കർത്താവായ യേശു ക്രിസ്തു ഒരു താലന്ത് തന്നിട്ടുണ്ടെങ്കിൽ അത് വിനിയോഗം ചെയ്യുവാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അല്ലെങ്കിൽ സ്വർഗത്തിന് മുമ്പിൽ കടക്കാരനായിരിക്കും. ദൈവവേലയിലായിരിക്കുന്ന നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. കർത്താവ് എനിക്ക് തന്ന ആ താലന്ത് ഞാൻ മടിയോടുകൂടിയാണ് ഉപയോഗിക്കുന്നത്, അതോ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനായി സ്വർഗീയ ക്ഷമയിൽ നിന്നുകൊണ്ടാണോ ഞാൻ ഇത് ഉപയോഗിക്കുന്നത്? സ്വർഗം എന്നോട് പറഞ്ഞു, നീ ക്ഷമിച്ചുകൊണ്ട് ഈ താലന്ത് വിനിയോഗിക്കണമെന്ന് പറഞ്ഞു. എന്നാൽ ക്ഷമയില്ലാതെയാണോ നാം ചെയ്യുന്നത്? സഹോദരങ്ങളെ, എന്തുണ്ടായി? രാജാവ് അവനെ വെറുതെ വിട്ടു. അവനും ഭാര്യയും മക്കളും എല്ലാം പോവുക. അപ്പോൾ എന്തുണ്ടായി? അവൻ്റെ ഒരു കൂട്ടുദാസൻ അവിടെ വരികയാണ്. അവനൊരു 100 വെള്ളിക്കാശ് മാത്രമേ കടംപെട്ടിട്ടുള്ളൂ അവനോട്. അത് കൊടുക്കാൻ പറഞ്ഞു. കൊടുത്തു തീർക്കാത്തതുകൊണ്ട് അധികാരികളെ പിടിച്ച് ഈ യുവാവിനെ തടങ്കലിലാക്കുകയാണ്. 10,000 താലന്ത് ഇളച്ചു നൽകിയ ഒരു വ്യക്തി കേവലം നിസ്സാരമായ 100 വെള്ളിക്കാശിന് വേണ്ടി ആ മനുഷ്യനെ തുറുങ്കലിലാക്കി. ദൈവം ഇളച്ചു തന്നത് എന്തെന്ന് മനസ്സിലാകാതെ
ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തന്ന വലിയ കാര്യം എന്തെന്ന് മനസ്സിലാക്കാതെ അനേകം ക്രൈസ്തവർ നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. യേശു എന്താണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തതെന്ന്, പാപത്തെ ഏറ്റെടുത്തുകൊണ്ട് സ്വർഗീയ ക്ഷമ കാണിച്ചു പിതാവാം ദൈവം നമുക്ക് മുമ്പിൽ യേശുവിനെ നിർത്തിയിരിക്കുന്നു എന്ന് വിശ്വസിക്കാതെയും എന്ന് കാണാതെയും മനുഷ്യൻ തൻ്റെ സ്വന്തം പ്രകൃതിയിലേക്ക് വരികയാണ്. അവനെ തടവിലാക്കി. ഇനി എങ്ങനെ രാജാവ് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവനെ അകത്താക്കുകയില്ലേ? രാജാവ് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവനെ കൽത്തുറങ്കലിലാക്കുകയില്ലേ? നിത്യത അവന് അവകാശം കിട്ടുമോ? ദൈവത്തിന് സ്തോത്രം. സ്വർഗരാജ്യത്തിലേക്ക് അവന് കടക്കാൻ പറ്റുമോ? അവസാനത്തെ പാപം പോലും ക്ഷമിച്ചു കിട്ടാതെ അവിടുന്ന് അവൻ പുറത്തു വരുമോ? ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നാം ചിന്തിക്കേണ്ട കാര്യമാണ്. ഒടുവിലത്തെ കാശ് കൊടുത്തു തീരുവോളം അവൻ പുറത്തു വരികയില്ല എന്ന് പറയുന്നു. നമുക്ക് വായിക്കാം മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 14-15 വാക്യം എന്തു പറയുന്നുവെന്ന്. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കയില്ല. ദൈവത്തിന് സ്തോത്രം. യേശു ക്രൂശിൽ കാണിച്ചു എന്ന ക്ഷമയെക്കുറിച്ചാണ് അവിടെ പറഞ്ഞത്. നാം സ്വർഗീയ പിതാവിൻ്റെ ക്ഷമയ്ക്ക് യോഗ്യരായി ഈ ഭൂമിയിൽ ജീവിക്കണം. അന്യോന്യം പുറത്തുകൊണ്ടും അന്യോന്യം ക്ഷമിച്ചുകൊണ്ടും നാം ഈ ഭൂമിയിൽ ജീവിക്കണം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 12-13 വാക്യത്തിൽ ഈ കാര്യം പറയുന്നുണ്ട്. അതും കൂടി നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. അതുകൊണ്ട് ദൈവത്തിൻ്റെ വ്രതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവീൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവീൻ. ദൈവത്തിന് സ്തോത്രം. യേശു നമ്മോട് പറയുകയാണ്, യേശു നമ്മോട് ക്ഷമിച്ചതുപോലെ നാം ക്ഷമിക്കണമെന്ന്. അവൻ്റെ അവസാനത്തെ വാക്കുകളാണതെല്ലാം. ക്രൂശിന്മേൽ കിടന്ന് യേശു പറയുകയാണ്, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ സ്നേഹം. ആ സ്നേഹമാണ് സഹോദരങ്ങളെ നമ്മളോട് വാദിക്കുന്നത്. സ്വർഗത്തിൻ്റെ ക്ഷമയാണ് കാണുന്നത്. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് നീ നോക്കണ്ട എന്ന് പറയുന്ന സ്വർഗീയമായ ക്ഷമയിലേക്ക് നമ്മെ വിളിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ചെയ്തു കൂട്ടുന്ന പാപത്തെ പരിഹരിച്ചു തരുവാനുള്ള യേശു പറയുകയാണ്, മകനെ, നീ ക്ഷമ ശീലിക്കേണ്ടതാണ്. ആ സ്വർഗീയമായ ക്ഷമയും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ നാം കൈവരിക്കണം. എങ്കിൽ മാത്രമേ നിത്യതയിലേക്ക് നമുക്ക് കടന്നു ചെല്ലുമ്പോൾ രാജാതിരാജൻ്റെ മുമ്പിൽ വിനയാന്വിതനായി നമുക്ക് നിൽക്കാൻ പറ്റുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ആ ക്ഷമ നമുക്ക് പരിശുദ്ധാത്മാവ് നൽകട്ടെ. ആ ക്ഷമയിൽ നമുക്ക് ഇനിയുള്ള കാലം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ സ്വർഗം നമ്മളോട് കരുണ ചെയ്യട്ടെ. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം.